എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. സേതുവിനെ പല്ലവി പോയി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സേതുവിന്റെ മനസ്സിലാണെങ്കിൽ ഒരു കടലരിപ്പിക്കൊണ്ടിരിക്കുക. കാരണം ആദ്യം താൻ വന്ന സമയത്ത് ഒരിക്കലും പൂർണിമനെ സ്നേഹിച്ചിട്ടില്ല. പക്ഷെങ്കില് പൂർണിമ തന്നെ മകനെ പോലെ സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം സേതു ഒരു അമ്മയെ പോലെ തന്നെ പൂർണിമനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കില് പൂർണിമ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. പല്ലവി പറഞ്ഞു, അമ്മയെന്ന് പോയെന്ന് വിളിച്ചാൽ മതി. എത്ര വലിയ വേദനയിലാണെങ്കിലും പൂർണിമ വിളിയേക്കും. അത് മാത്രമല്ല പൂർണിമ കണ്ണു തുറക്കുകയും ചെയ്യുന്നു പറയാണ്. സേതുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല്ലവിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ സേതു ആകെപ്പാടെ തകർന്നു പോയാനും. പിന്നീട് പല്ലവി പറഞ്ഞു, ചെന്ന് വിളിക്കാൻ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, സേതുവിനെ നേരെ ഐസിയിലേക്ക് കയറ്റി വിടുവാണ്. അങ്ങനെ സേതു ചെന്നു. സേതു എന്നപ്പോ മയക്കത്തിലായിരുന്നു. പൂർണ്ണാമ കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സേതു എന്ന് ആ കൈയെടുത്ത് പിടിക്കുവാണ്. കൈയെടുത്ത് പിടിച്ചിട്ട് അമ്മയെന്ന് വിളിക്കുവാണ്. അമ്മയെന്ന് ഒന്ന് വിളിച്ചു, രണ്ട് വിളിച്ചു. മൂന്നാമത്തെ വിളിയായി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണാമ്പ പതുക്കെ കണ്ണു തുറന്ന് നോക്കുവാണ്. സേതുവിനെ കണ്ടതും എന്തെന്നില്ലാത്ത സന്തോഷം. ആ മുഖത്തൊരു സന്തോഷമൊക്കെ ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ വിടുന്നു. പിന്നീട് എനിക്ക് കുഴപ്പമൊന്നുമില്ല സേതു, നീ എന്നെ അമ്മയെന്ന് വിളിച്ചല്ലോ, അത് മാത്രം മതി എന്ന് പറയണേ. അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇനി എന്നും നീ ഇങ്ങനെ തന്നെ ആയിരിക്കണം, എന്നെ വിളിക്കണേ, അമ്മയെന്ന് വിളിക്കണോന്ന് പറയാണ്. ഇത് കേട്ടതും സേതു പറഞ്ഞു, ഇനി ഞാൻ അമ്മയെന്നേ വിളിക്കത്തുള്ളൂ. ഇതെന്റെ അമ്മ തന്നെയാണ്, ഇതെന്റെ പെറ്റമ്മ തന്നെയാന്ന് പറയാണ്. പൂർണ്ണാമയ്ക്ക് ഇതിൽ പലൊരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. പിന്നീട് സേതു പറഞ്ഞു, പൂർണ്ണാമയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. സേതു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അറിയാലോ, നിന്റെ അനിയത്തിമാരെ നോക്കണമെന്ന് പറയാ. ഇത് കേട്ടതും സേതു പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അമ്മയ്ക്ക് ഇത്തിരി ബീപ്പ് കൂടിയത് മാത്രമേ ഉള്ളൂ, അത് കുറഞ്ഞു കഴിയുമ്പത്തേനും അമ്മയ്ക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാം. എനിക്കറിയാം സേതു, നീ വെറുതെ കള്ളത്തരം പറയണ്ട. ദേ മാധവേട്ടന് സംഭവിച്ച പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അനാഥരായി പോവരുത്, അതുകൊണ്ട് നീ അവരോടൊപ്പം നിൽക്കണമെന്ന് പറയാം. ഇതൊക്കെ ഇങ്ങടെ കേട്ട് കഴിഞ്ഞപ്പോ സേതുവിന് വല്ലാത്തൊരു വിഷമമായിപ്പോയി. സേതു പറഞ്ഞു, അതെ, ഇങ്ങനൊന്നും പറയാനുള്ള സമയമല്ല ഇത്, അറിയാലോ പൂർണിമയ്ക്ക് ഒരു കുഴപ്പം പറ്റില്ല, അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് പൂർണിമനെ ആശ്വസിപ്പിച്ചിട്ടാണ് സേതു ഇറങ്ങിപ്പോരുന്നത്. സേതുവിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളൊക്കെ വന്നു. താൻ ആദ്യമായിട്ട് പൂർണിമനെ കണ്ടതും എല്ലാം കടന്നു വരുവാണ്. പിന്നീട് സേതു അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പൂർണിമയ്ക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി, ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമൊക്കെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ സേതുവേട്ടാ, അമ്മ എന്തേലും സംസാരിച്ചോ? എന്തേലും അങ്ങനെ നൂറ് ചോദ്യങ്ങളായിരുന്നു. പൂർണ്ണാമയ്ക്ക് ഒരു കുഴപ്പമില്ല, അമ്മ എന്നോട് സംസാരിച്ചു, അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഋതുവിനും എല്ലാവർക്കും ഒരു സന്തോഷമായത്. ഈ സമയമൊക്കെ പ്രതാപൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. പ്രതാപൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സേതുവിനെ അകത്തേക്ക് കയറ്റി വിട്ടത്. സേതു ഋതുവും തമ്മിൽ ഒന്നായിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പ്രതാപന് മനസ്സിലായി. അതൊരു കാരണവശാലും പാടില്ല, എന്തെങ്കിലും നമ്പർ ഇട്ടേ മതിയാകുള്ളൂ. ഇതുവരെയായിട്ടും തന്നെ കയറിയെന്ന് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഋതുവിന് മനസ്സിലായിട്ടുണ്ട് പ്രതാപന്റെ സ്വഭാവം. പ്രതാപം വെറുതെ പുറമെ എല്ലാരും കാണിക്കാൻ വേണ്ടി ഓരോ നാടകം കളിക്കുന്നതാന്ന് മനസ്സിലായി. അത് സങ്കടം കൊണ്ടല്ല, വെറുതെ ഒരാ ഷോ കാണിക്കുന്നതാന്ന് ഋതുവിന് മനസ്സിലായതുകൊണ്ടാണ് ഋതു പൂർണിമയുടെ മുറിയിലേക്ക് പ്രതാപനെ കയറ്റിവിടാതെ. അതിനേക്കാൾ ഇവര് പൂർണിമയ്ക്ക് ഈ സമയത്ത് സേതുവിനെ കാണുന്ന ഏറ്റവും കൂടുതൽ ആശ്വാസം എന്ന് ഋതുവിന് മനസ്സിലായിട്ടുണ്ട്. മുമ്പത്തെ ഋതു ആണെങ്കിൽ എന്തേലൊക്കെ പറഞ്ഞാലും, പക്ഷേങ്കില് ഋതു സേതുവിന്റെ ആ ഒരു സ്നേഹം തിരിച്ചറിയായിരുന്നു. ഒരുപക്ഷെ വലിയേട്ടനായിട്ട് സേതു ഇല്ലായിരുന്നെങ്കിൽ താൻ തനിച്ചായി പോരാം. അതായത് സ്വാതിക്കും ഈ പറഞ്ഞ അച്ഛനാണെങ്കിൽ അത്രമാത്രം മനക്കരുത്തൊന്നുമില്ല, ഋതുവിന്റെ അത്ര ഇല്ല. എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തളർന്നു നിന്ന് കരയാനേ പറ്റുള്ളൂ. ഒരു പക്ഷെ സേതു ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് പോയത്. കൃത്യസമയത്ത് തന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ജീവൻ രക്ഷിക്കാനൊക്കെ പറ്റിയെന്നൊക്കെ ഋതുവിന് നന്നായിട്ട് മനസ്സിലാവും ചെയ്തു. ആ സമയം പല്ലവി ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ പ്രതാപം പറഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെ ഇനിയിപ്പൊ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് പോകാൻ വരെയെന്ന് പല്ലവിയുടെ എടുത്തിട്ട് പ്രതാപം ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, അതെ പ്രതാപ സാറേ, എപ്പോ പോണോ വേണ്ടേ ഞങ്ങൾ തീരുമാനിച്ചോളാം, ഇത് ഹോസ്പിറ്റലാന്ന് പറയണം, അല്ലാതെ പ്രതാപ സാറിന്റെ വീടൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്ത് വലിയ ഷോ കാണിക്കൊന്നും വേണ്ട. പിന്നെ പൂർണിമയുടെ കാര്യത്തില് പ്രതാപ സാർ ഇത്രമാത്രം ഉത്കണ്ഠപ്പെട്ട കാര്യമില്ല, പൂർണിമയ്ക്ക് ഇപ്പൊ നല്ല കുറവുണ്ട്. പിന്നെ പല്ലവി ഇവിടെ നിൽക്കുന്നതിന്റെ പേരില് പ്രതാപ സാറിന് ഒരു വിഷമവും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടത് പ്രതാപം പറഞ്ഞതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ കൂടിയല്ലേ ഈ വീട്ടിലാക്കി ഇട്ടേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, അതെ അങ്ങളെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇത് ഹോസ്പിറ്റലാണ്, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെ പിന്നീട് സംസാരിക്കാന്ന് പറയാം, അതുകൊണ്ട് ഇവിടെ ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയാം. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ അങ്ങോട്ട് സഹിച്ചില്ല.
വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. ഓഹോ, അപ്പൊ ഇപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ട് എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തല്ലേന്ന് ചോദിക്കും. ഋതു പറഞ്ഞു, ആരും ആരും ഒറ്റപ്പെടുത്തിയതല്ല അങ്കളെ. അമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് ഇങ്ങനെയാണ് അങ്കിള് പെരുമാറണ്ടേ. അങ്കിള് കുറച്ചുകൂടെ ഒരു ഇത് മാന്യത കാണിക്കണ്ടേ. ഇതൊരു ഹോസ്പിറ്റലാന്നുള്ള ചിന്ത വേണ്ടേ. ഇത് നമ്മുടെ വീടല്ല. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വീട്ടിൽ പോയി സംസാരിക്കാന്ന് പറയാം. പ്രതാപന് അത്രയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. പ്രതാപൻ പിന്നീട് അവിടെ ഇരിക്കുക. പിന്നീട് സേതു വന്നിട്ട് അച്ഛനോടൊക്കെ പറഞ്ഞു, ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വേണേ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറയണം. ഞാനും പല ഋതുക്കൂടെ നിന്നോളാന്ന് പറയണം. ഇത് കേട്ടത് അച്ഛൻ പറഞ്ഞു, ഇല്ല ഞങ്ങൾ പോണില്ല വീട്ടിലേക്ക്. അമ്മേനെ കണ്ടോ പോകുന്നുള്ളൂ. അമ്മേനെ ഈ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ സ്വാതി പറഞ്ഞു, അല്ലേലും ഞാൻ പോണില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളെന്ന് പറയണം. പിന്നെ സേതു പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യുക, ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. പ്രതാപനാണ് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് കോള് വരുന്നേ. മുകുന്ദൻ മാഷാണ് വിളിക്കുന്നത്. മുകുന്ദൻ മാഷിനെ കോളൊന്നും പല്ലവിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. പെട്ടെന്ന് പല്ലവി കോൾ എടുത്തോണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. മാറിപ്പോയിട്ട് മുകുന്ദൻ മാഷ് ചോദിച്ചു, എന്താ മോളെ കാര്യം, എങ്ങനെയുണ്ട്, പൂർണ്ണിമയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ല അച്ഛാന്ന് പറയണം. ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ, ഞാൻ വന്നോണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഒരു മൈൽഡ് അറ്റാക്ക് ആയിരുന്നു പറയണം. ഇത് കേട്ടത് മുകുന്ദൻ മാഷിന് വല്ലാത്ത ടെൻഷനായി. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചല്ല മോളെ ഞാന്. ഒരു കാര്യം ചെയ്യ, മോൾ ഇനി അവിടെ നിൽക്കേണ്ട, മോള് വീട്ടിലേക്ക് പോരെ. ഇത് കേട്ടതും പല പറഞ്ഞു, എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാ, പക്ഷെ സേതുவோട് സമ്മതിക്കുന്നില്ല എന്ന് പറയണം. നോക്കട്ടെ, പൂർണ്ണാമ്മയുടെ അസുഖം എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാം. തൽക്കാലത്തേക്ക് അച്ഛൻ കോള് വെച്ചോളാൻ പറയാണ്. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് വിവരം പറയാന്ന് പറയണം. അങ്ങനെ പല്ലി ഫോൺ വെച്ചിട്ട് ഇങ്ങോട്ട് പോരുവാണ്. ഈ സമയം ആകെപ്പാടെ തകർന്ന മനസ്സോട് കൂടിയിട്ടാ മാഷ് വീട്ടിലേക്ക് ചെന്ന് കയറുന്നേ. അപ്പൊ ശോഭ ചോദിച്ചു, എന്താ മാഷെ, മാഷിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. പിന്നീട് മാഷ പൊന്നുമടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശോഭ പറഞ്ഞു, എന്റെ ഭഗവാനെ, ഇനി എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാവുന്നോണ്ടാ ഞാൻ അന്നേ പറഞ്ഞേ പല്ലവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന്. എല്ലാത്തിനും ഉത്തരവാദിത്വം നമ്മൾ മാത്രമല്ലേ. മാഷ് പറഞ്ഞു, വേറെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, എന്നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. ഞാൻ ആ ഇന്ദ്രന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാതെ പല്ലവീനെ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. പണവും പ്രതാപം കണ്ടു കഴിഞ്ഞപ്പോ നല്ലവനാണല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് പറ്റിയ തെറ്റാ, ജാതകം പോലും ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയണം. ശോഭ പറഞ്ഞു, ഇനിയിപ്പൊ മാഷ് അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കണേ. അതിനെക്കുറിച്ചുള്ള ഒരു ടെൻഷനും മാഷിന്റെ മനസ്സ് വേണ്ട. നമ്മളൊരു തെറ്റും ചെയ്തിട്ടല്ലോ. അല്ല ശോഭൻ, ഞാൻ ഒരിക്കലും അവിടെ പോയി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ മോളെ നമ്മൾ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടില്ല. ആ കുട്ടി പറഞ്ഞു ശരിയാ, അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടില്ല. പിന്നെ എന്ത് അധികാരത്തിലാണ് ഞാൻ അവിടെ പോയി അങ്ങനെയൊക്കെ പറയണേ. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ സംഭവിച്ചു പോയി. എന്ത് ചെയ്യാനാ, എന്നെ പിടിച്ച് തള്ളിക്കഴിഞ്ഞപ്പോ അത് പല്ലവിക്ക് സഹിച്ചില്ല എന്ന് പറയാണ്. ഇതും കൂടെ കേട്ട് ശോഭയ്ക്ക് വല്ലാതെയായിപ്പോയി. ശോഭ പറഞ്ഞു, സാരമില്ല, ഇനിയിപ്പോ ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, അതിനല്ലേ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇനിയിപ്പം പല്ലവിനെ അവിടെ നിർത്തണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാന്ന് പറയണം. മുകുന്ദൻ ഭാഷയോട് ഞാനത് അവളോട് സംസാരിച്ചു, പക്ഷേങ്കിൽ സേതു സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ്. പിന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൊണ്ടുവരാനും പറ്റുമോ. ഇനിയിപ്പൊ പൂർണ്ണിമ ഒന്ന് സുഖപ്പെട്ട് വരണ്ടേ, അല്ലെങ്കിൽ അവര് പൂർണ്ണിമ വിചാരിക്കില്ലേ എനിക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവള് പോയെന്ന് വിചാരിക്കില്ലേ. അതൊന്നും സാരമില്ല മാഷെ, നോക്കാം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണ്ടേന്ന് ചോദിക്കാണ്. മുകുന്ദൻ ഭാഷ പറഞ്ഞു, വേണ്ട, ഇപ്പൊ പോയിട്ടുണ്ടെ ശരിയാകത്തില്ല. ഒരു പക്ഷേങ്കില് ആ ഋതുവിനൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാൻ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങളെ ഉണ്ടാക്കണേ. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പോയി കണ്ടാലും കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാണ്. പിന്നീട് മുകുന്ദൻ മാഷ്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിൽ തന്നെ ഐസിന്റെ ഫ്രണ്ടില് ബാക്കി എല്ലാരും കൂടെ നിൽക്കുന്നുണ്ട്. ആ സമയം പ്രതാപന് ഒരു സ്ട്രെച്ചറിൽ കയറി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ ബി.പി കൂടിയിട്ടാണോ അല്ലയൊന്നും അറിയത്തില്ല. ഇനി അതോ പ്രതാപന് മറ്റൊരു അടവാണോ എന്ന് അറിയത്തില്ല. പൂർണ്ണിമയ്ക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോ തനിക്ക് ഭയങ്കര ടെൻഷനായി, അങ്ങനെ ബി.പി കൂടി, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പ്രതാപനെ അവിടെ കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം പ്രതാപന്റെ പുതിയ തന്ത്രമാണെന്ന് പറയാനും പറ്റില്ല അതൊക്കെ. പക്ഷെ ഈ പറഞ്ഞ ഋതുവോ സ്വാതിയോ അല്ലെങ്കിൽ അച്ഛോ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അയാളവിടെ കിടക്കുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ സമയത്ത് ഒരു നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നേഴ്സ് വന്നിട്ട് സേതുവിനോട് പറഞ്ഞു, അതെ, പൂർണ്ണിമയുടെ കാര്യത്തിൽ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, കുറച്ച് ബ്ലഡ് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവും പല്ലവി അവരെല്ലാം പരസ്പരം നോക്കുകയാണ്. അത് ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാ, എത്രയും പെട്ടെന്ന് തന്നെ അത് കിട്ടണമെന്ന് പറയാണ്. ഋതുവിനും സാധിക്കും അച്ഛനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവര് പരസ്പരം നോക്കുക. പെട്ടെന്ന് ബ്ലഡ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാല് എവിടുന്നാണ്. ആ സമയത്ത് പല്ലവി പറഞ്ഞു, ബി പോസിറ്റീവ് ആണെങ്കിൽ സേതുവേട്ട, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാ, ഞാൻ പൂർണ്ണാമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഋതുവിനൊക്കെ ഒരു ആശ്വാസമായത്. കൃത്യസമയത്ത് തന്നെ പല്ലവി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനും. പിന്നീട്
പല്ലവി ബ്ലഡ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് അച്ചു പറഞ്ഞു, ഒരു പല്ലവി ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ, പല്ലവി ചേച്ചി ഇപ്പൊ പോയായിരുന്നു എന്ത് ചെയ്തേനം എന്ന് പറയാ. സേതു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സേതുവിന്റെ നെഞ്ചു കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. കാരണം സേതുവിനറിയാം, ഒരു പക്ഷേങ്കില് അന്ന് തിരുമേനി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും പല്ലവിനെ പൊന്നുമടത്തിൽ നിന്ന് പറഞ്ഞു വിടില്ല. പല്ലവി എപ്പോഴും പൊന്നുമടത്തിൽ ഉണ്ടായിരിക്കണം. സേതുവിനൊരു വലം കൈയായിട്ട് എപ്പോഴും കൂടെ കാണണം. കാരണം ആ കുടുംബത്തില് ഇനി പല ആപത്തുകളൊക്കെ സംഭവിക്കും. ആ സമയത്ത് ആ കുടുംബത്തെ പിടിച്ചു നിർത്താനായിട്ട് സേതുവിനോടൊപ്പം പല്ലവി ഉണ്ടാവണമെന്ന് പ്രത്യേകം തിരുമേനി പറഞ്ഞിട്ട് പോയതാ. അപ്പൊ സേതു ഓർത്തു, ഒരു പക്ഷെ ഇതൊക്കെ മനസ്സിൽ കണ്ടോണ്ടാണോ തിരുമേനി അങ്ങനെ പറഞ്ഞേ, വരാൻ പോകുന്ന ആപത്തുകളൊക്കെ മുൻകൂട്ടി കണ്ടോണ്ടാണോ, ഒന്നും അറിയത്തില്ല. ചിലപ്പോ ഒരു പക്ഷേങ്കില് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ പല്ലവി അകത്ത് ബ്ലഡ് കൊടുക്കാണ്ട് കയറുക. കാരണം പൂർണ്ണിമയ്ക്ക് ബ്ലഡ് ലെവലൊക്കെ ലോ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ബ്ലഡൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നേ. അങ്ങനെ പല്ലവി ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം ഋതു ആ സത്യം തിരിച്ചറിയുവാണ്. താൻ ആരെയാണ് ഇത്ര സമയം പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ് അവർ തന്നെ വേണ്ടി വന്നു തന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്, തന്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഋതുവിന്റെ മനസ്സിലുള്ള ആ ദേഷ്യമൊക്കെ, പല്ലവിയോട് സേതുവിനുള്ള ദേഷ്യമൊക്കെ പതുക്കെ പതുക്കെ അലിഞ്ഞലിഞ്ഞില്ലാതാകുവാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് പ്രതാപന്. പ്രതാപൻ പുതിയ തന്ത്രങ്ങളൊക്കെ ഇറക്കും. കാരണം അവർ തമ്മിൽ അടുത്തിട്ടുണ്ടെങ്കിൽ സേതുവും പല്ലവിയും ഋതുവും ഒക്കെ അടുത്തിട്ടുണ്ടെങ്കിൽ പ്രതാപന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിയാം. അതിനുവേണ്ടി എന്തും തന്ത്രവും പയറ്റാനായിട്ട് പ്രതാപൻ തയ്യാറാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.